Hi friends, Industrial Engineering and Industrial Management നമ്മൾ മുൻപ് നോക്കിയിരുന്ന ഒരു ടോപ്പിക്കിൽ തന്നെ ഒരു രണ്ട് പ്രോബ്ലമാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്നുള്ളത്. അതായത് ഇൻസെൻറ്റീവ് പ്ലാൻസ്, നമ്മൾ ഗുഡ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റമിൽ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഇൻസെൻറ്റീവ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻസെൻറ്റീവ്സ് പ്ലാനിൽ വരുന്ന രണ്ട് ടൈപ്പ് ഓഫ് ബോണസ് പ്ലാൻ അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് പ്ലാൻ ആണ് ഹാൽസെ പ്ലാൻ ആൻഡ് റോവൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഫോർമുല ഇതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻസെൻറ്റീവ് പ്ലാൻ എന്ന് പറയുന്നത് ഹാൽസെ പ്ലാൻ ആൻഡ് റോവൻ പ്ലാൻ ആണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്താണ്, അത് ബേസ് ചെയ്തിട്ടുള്ള രണ്ട് പ്രോബ്ലം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അതായത് ഗേറ്റിൽ ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ നമ്മുടെ PSC ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിൽ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ ചോദിക്കാനാണ് ചാൻസ് കൂടുതലും. ഓക്കെ, ഹാൽസെ പ്ലാൻ ആൻഡ് റോവൻ പ്ലാൻ, ഇത് രണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഇൻസെൻറ്റീവ് പ്ലാൻ ആണ് അല്ലെങ്കിൽ ബോണസ് പ്ലാൻ ആണ്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും റിലേറ്റ് ചെയ്തിരിക്കുന്ന ഫോർമുല എന്തൊക്കെയാണെന്ന് നോക്കാം. ബേസിക്കലി എന്താണ് ഹാൽസെ പ്ലാൻ എന്ന് പറയുമ്പോൾ, ഇറ്റ് ഈസ് ദ ഇൻസെൻറ്റീവ് ഈസ് ഗിവൻ ടു എ വർക്കർ ഹു ഈസ് ഫാസ്റ്റ് ആൻഡ് കംപ്ലീറ്റ്സ് വർക്ക് ബിഫോർ ദി സ്റ്റാൻഡേർഡ് ടൈം ടു കംപ്ലീറ്റ് എ ജോബ്. ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് അതാണ്, നമ്മളൊരു ബോണസ് കൊടുക്കുന്നതാണ് വർക്കറിന് ഹു ഈസ് ഫാസ്റ്റ് ആൻഡ് കംപ്ലീറ്റ്സ് ദ വർക്ക് ബിഫോർ ദി സ്റ്റാൻഡേർഡ് ടൈം ടു കംപ്ലീറ്റ് എ ജോബ്. ഒരു ടാസ്ക് അസൈൻ ചെയ്തേക്കുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സ്റ്റാൻഡേർഡ് ടൈമാണ്. ആ സ്റ്റാൻഡേർഡ് ടൈമിൽ ബിഫോർ അദ്ദേഹം ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കൊടുക്കുന്നൊരു ഇൻസെൻറ്റീവ് ആണ്. However, a minimum base wage is guaranteed to a worker who completes the job up to a standard time fixed for his job. ഇൻസെൻറ്റീവ് ഇതെന്ന് പറയുന്നത് ബേസിക് പേജ് എന്തായാലും ഒരു വർക്കറിന് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ആ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് കൊടുക്കുന്ന ഒരു ബോണസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഹാൽസെ പ്ലാൻ അനുസരിച്ചിട്ട് ഒരു വർക്കറിന്റെ ഏണിങ്സിന്റെ ആ ഫോർമുല E ഈസ് ഈക്വൽ ടു ഏണിങ്സ് എന്ന് പറയുന്നത് T ഇൻറ്റു RH പ്ലസ് RH/2 ഇൻറ്റു S മൈനസ് T. നമ്മൾ 50% ഓഫ് ടൈം സേവ് ചെയ്തു എന്നുള്ള ഇതിലാണ് നമ്മളിത് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത്. T ഇൻറ്റു RH പ്ലസ് RH/2 ഇൻറ്റു S മൈനസ് T. ഇവിടെ S എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം ഫോർ കംപ്ലീറ്റിംഗ് ദി ടാസ്ക് അസൈൻഡ്, സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. T എന്ന് പറയുന്ന ആ വർക്കർ ആക്ച്വൽ ടൈം എത്ര എടുത്തു, ആക്ച്വൽ ടൈം ടേക്കൺ ഇൻ കംപ്ലീറ്റിംഗ് ദി ഗിവൺ ടാസ്ക്. RH എന്ന് പറയുന്നത് റേറ്റ് ആണ്, അവർലി റേറ്റ് ആണ് ഇൻ റുപ്പീസ് പെർ അവർ. ഇനി ഇപ്പോൾ 50% ഓഫ് ടൈം സേവ് നമ്മൾ ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ 50% ഓഫ് ടൈം സേവ്ഡ് എന്നാണ് പറയുന്നത്. ചില ക്വസ്റ്റ്യനിൽ പർട്ടിക്കുലർലി 30% എന്നോ അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ E ഈസ് ഈക്വൽ ടു T ഇൻറ്റു RH പ്ലസ് 30% ഓഫ് RH 30% ഇൻറ്റു RH ഇൻറ്റു S മൈനസ് T അങ്ങനെയായിരിക്കും. 50% എന്ന് പറയുമ്പോൾ അറിയാമോ, 50% ഈസ് 1/2. അതുകൊണ്ടാണ് ഇവിടെ RH/2 എന്ന് പറയുന്ന ടേം ആണ്. ഇത് ആക്ച്വലി 50% ഇൻറ്റു RH ഇൻറ്റു S മൈനസ് T എന്നാണ്. നമ്മൾ ബേസിക്കലി 50% എടുക്കുന്നതുകൊണ്ടാണ് 50% എന്ന് പറയുമ്പോൾ 1/2, അതുകൊണ്ടാണ് RH/2 ആയത് ഇൻറ്റു S മൈനസ്. ചില ക്വസ്റ്റ്യനിൽ ഇത് ടൈംസ് ഇവിടെ 30% എന്നെങ്ങാനും എടുത്തു പറയുന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ T ഇൻറ്റു RH പ്ലസ് 30% അതായത് 3/10 ഇൻറ്റു RH ഇൻറ്റു S മൈനസ് T ആ ഒരു രീതിയിലായിരിക്കും ഫോർമുല. കോമൺലി നമുക്ക് ജനറലി നമ്മൾ ഈ ഒരു ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. കാരണം 50% ഓഫ് ടൈം സേവ്ഡ് എന്നാണ് പറഞ്ഞാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, റോവൻ പ്ലാൻ. അപ്പോൾ ഇത് നമ്മുടെ ഹാൽസെ പ്ലാനിൻ്റെ ഫോർമുലയാണ്. T ഇൻറ്റു RH പ്ലസ് RH/2 ഇൻറ്റു S മൈനസ് T. ഇത് കാണാതെ പഠിച്ചു ചെയ്യുക. നെക്സ്റ്റ് റോവൻ പ്ലാൻ ഉണ്ട്. റോവൻ പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് സിമിലർ ടു ഹാൽസെ പ്ലാൻ ആണ്, which emphasizes to pay the operator at this base rate for all hours he works on the job plus a bonus which is the ratio of time saved to the time allowed. ഒരു വേറൊരു ടേമും കൂടെ ഇവിടെ വരുന്നുണ്ട്, S മൈനസ് T/S. ഇറ്റ്സ് ഒരു പ്ലസ് ബോണസും കൂടെ വരുന്നത്. നമ്മൾ ബോണസ് എന്ന് പറയുന്നത് ഇവിടെ
അവർ ചെയ്യുന്ന ടൈം സേവ്ഡ് ടു ദ ടൈം അലൗഡ് ആ ഒരു റേഷ്യോയും കൂടെ ഇവിടെ വരുന്നുണ്ട്. ഇതാണ് റോവൻ പ്ലാൻ. ഇറ്റ്സ് സിമിലർ ടു ഹാൽസെ പ്ലാൻ തന്നെ. ഇക്വേഷനിൽ വ്യത്യാസമുണ്ട്, അത് ശ്രദ്ധിക്കുക. ഏണിങ്സ് ഇ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ആർ എച്ച് പ്ലസ് എസ് മൈനസ് ടി ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു ടി ഇൻറ്റു ആർ എച്ച്. ഓക്കെ, ഇങ്ങനെ ഇതാണ് നമ്മുടെ റോവൻ പ്ലാനിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്, ഏണിങ്സിൻ്റെ ഫോർമുല. അതുപോലെ ഹാൽസെ പ്ലാനിൻ്റെ ഫോർമുല ഇതാണ്. അപ്പോൾ ഈ രണ്ട് ഫോർമുലകൾ പഠിച്ചു വയ്ക്കുക. ഇത് റിലേറ്റ് ചെയ്തിട്ടാണ് ഡയറക്റ്റ് ആയിട്ടുള്ള സബ്മിഷനാണ് കൂടുതലും വരുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം തന്നിരിക്കും, ആക്ച്വൽ ടൈം തന്നിരിക്കും, അവർലി റേറ്റ് എല്ലാം തന്നിരിക്കും. അതിനനുസരിച്ചുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഏണിങ്സ് കണ്ടുപിടിക്കുക, എഫക്റ്റീവ് ആയിട്ടുള്ള റേറ്റ് എത്രയാണ്, അതൊക്കെയാണ് കണ്ടുപിടിക്കാൻ സാധാരണയായി ചോദിക്കുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A management sets the target of completing the jobs in 8 hours. 8 മണിക്കൂറിൽ ജോബ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പെർ ഡേയിൽ. The workers are promised to get incentives. Incentives കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. The hourly wage rate is ₹1. RH എന്ന് പറയുന്ന hourly rate ₹1. A worker however could complete the whole task in 6 hours only. അപ്പം അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ആക്ച്വൽ ടൈം എടുക്കാൻ പറ്റുന്ന 6 hours മാത്രമേ അയാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നുള്ളൂ. സ്റ്റാൻഡേർഡ് ടൈം ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് 8 hour ആണെന്ന്. അവർലി റേറ്റ് 1 ഹവർ എന്താണ്, വർക്കർ കുഡ് കംപ്ലീറ്റ് ദ ഓൾ ടാസ്ക് ഇൻ 6 hours ഉള്ളൂ. അതായത് അയാൾ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്, വർക്കറിന്റെ ടൈം ടേക്കൺ എന്ന് പറയുന്നത് 6 hours മാത്രമാണ്. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഏണിംഗ് ആൻഡ് hourly wage of worker by Halsey plan and Rowan. രണ്ട് പ്ലാനും അനുസരിച്ചിട്ട് ആ വർക്കറിന്റെ ടോട്ടൽ ഏണിങ്സ് എത്രയാണ്, അയാളുടെ അവർലി വേജ് എത്രയാണ്. ഓക്കെ, അവർലി വേജ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഏണിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഏണിങ്. അവർലി വേജ് എന്ന് പറയുന്നത് അവർലി ഏണിങ്, അദ്ദേഹം അവർലി ഒരു മണിക്കൂർ എത്ര ഏണിങ് ചെയ്യുന്നു. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ 3 ന്യൂമറിക്കൽ വാല്യൂസ് ആണുള്ളത്. ഒന്ന്, മാനേജ്മെന്റ് സെറ്റ് ചെയ്തേക്കുന്ന ടൈമിനെയാണ് നമ്മൾ എപ്പോഴും സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്, 8 hours. വർക്കറിന് അവർലി വേജ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, RH എന്ന് പറയുന്നത് ₹1 എന്ന് പറയുന്നുണ്ട്. വർക്കർ ഓൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം തന്നിട്ടുണ്ട്, അതായത് T is equal to 6 hours. സോ അക്കോർഡിംഗ് ടു Halsey plan നമുക്ക് ഇക്വേഷൻ അറിയാം, E is equal to T into RH plus RH by 2 into S minus T. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ നമുക്ക് അവസാന ആൻസർ ടോട്ടൽ ഏണിംഗ് എന്ന് പറയുന്നത് ₹7 കിട്ടും. ഈ ₹7 എന്ന് പറയുന്നത് എത്ര മണിക്കൂറിലത്തേക്കാണ്? 6 മണിക്കൂറിലത്തേക്കാണ്. അത് 6 മണിക്കൂർ അയാൾ ജോലി കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ₹7 അദ്ദേഹത്തിന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. അവർലി അയാൾക്ക് എത്രയാണ് ഏൺ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ 7/6. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ അവർലി റേറ്റ്, ബോണസ് റേറ്റ് എന്ന് പറയുന്നത്. അവർലി അദ്ദേഹത്തിന് ഏൺ ചെയ്യാൻ പറ്റുന്ന ഇൻസെന്റീവ്. Therefore ഏണിംഗ് ഇൻ എ ഡേ, ഒരു ദിവസം എത്ര? കാരണം ഒരു ദിവസം 8 മണിക്കൂറാണ് മാനേജ്മെന്റ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ therefore ഏണിംഗ് ഇൻ എ ഡേ or 8 hours is equal to 8 into hourly ഏണിംഗ്, അതായത് ₹9.30. ഇനി ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് റോവൻ പ്ലാൻ വെച്ച് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമുക്കറിയാം, E is equal to T into RH plus S minus T by S into T into RH. ഇക്വേഷൻസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 6 into 1 plus 8 minus 6 by 8 into 6 into 1 നമുക്ക് ₹7.5 for 6 hours. അപ്പോൾ പെർ അവർ നമ്മൾ അവർലി റേറ്റ് നോക്കുമ്പോൾ 7.5 divided by 6, that is 1.25. അപ്പോൾ അവർലി ഏണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ദിവസത്തെ ഏണിംഗ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ദിവസം 8 hour ആണ് വർക്ക് ചെയ്യേണ്ടത്. സോ 8 into 1.25, സോ വി ഗെറ്റ് ₹10. ഇപ്പം രണ്ട് ഇതും വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്നത് റോവൻ പ്ലാനാണ്. നമ്മൾ 50% ടൈം സേവിങ് എന്നുള്ള ആണ് നമ്മൾ എടുക്കുന്നത്. അതാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ജനറലി എടുക്കുന്നത് 50% ടൈം സേവ്ഡ് ആണ്. അപ്പോൾ
ഹാൽസി പ്ലാനും റോവൻ പ്ലാനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫോർ 50% ഓഫ് ടൈം സേവിങ് നോക്കുകയാണെങ്കിൽ റോവൻ പ്ലാൻ ആയിരിക്കും കൂടുതൽ ഏണിങ്സ് നമുക്ക് തരുന്നത് ഹാൽസി പ്ലാനേക്കാൾ റോവൻ പ്ലാൻ. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാം, ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദിക്കാൻ പറ്റും. ഏതാണ് കൂടുതൽ വേജ് തരുന്നത്, അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് ആയിട്ട് ചോദിക്കാം. ഹാൽസി പ്ലാൻ ആണോ, ഇപ്പം ഇങ്ങനെ PSC മാത്രമല്ല പൊതുവെ ചോദിക്കാം. ഇഫ് the same standard time taken and hourly rate, which plan gives the more total earning? or Rowan plan ആണ് കൂടുതൽ തരുന്നത് ഹാൽസി പ്ലാനേക്കാൾ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇതുപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ തന്നെ. റേറ്റ് പെർ അവർ തന്നിട്ടുണ്ട് 1.5 rupees per hour. ടൈം അലൗഡ് ഫോർ ജോബ് 20 hours. അപ്പോൾ ടൈം അലൗഡ് തന്നിരിക്കുന്നത് വെച്ചാൽ അത് സ്റ്റാൻഡേർഡ് ടൈം ആയിരിക്കും. ടൈം ടേക്കൺ ആണ് നമ്മളെ T എന്ന് പറയുന്നത് 15 hours. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഏർണിങ്സ് ഓഫ് ദി വർക്കർ അണ്ടർ ദി ഹാൽസി പ്ലാൻ. ഓക്കെ, ഓൾസോ ഫൈൻഡ് ഔട്ട് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏർണിംഗ്. അപ്പോൾ എസ് തന്നിട്ടുണ്ട് 20 hours, ടൈം ടേക്കൺ 50 hours, റേറ്റ് തന്നിട്ടുണ്ട് RH അല്ലെങ്കിൽ R എന്ന് പറയുന്നത് 1.5 per hour. അപ്പോൾ ടോട്ടൽ ഏർണിംഗ് ഹാൽസി പ്ലാൻ അനുസരിച്ച് T into R പ്ലസ് ഞാൻ പറഞ്ഞില്ല 50%, അതായത് 1/2 S minus T into R എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 26.25 എന്ന് കിട്ടും. അത് എത്ര മണിക്കൂറത്തേക്കാണ്? 15 മണിക്കൂറിലത്തേക്കുള്ള ഏണിംഗ് ആണ്. ടോട്ടൽ വേജസ് ഫോർ 15 hours. അപ്പോൾ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഏണിംഗ് എന്ന് പറയുന്നത് എന്താണ്? പെർ അവറിലെ ഏണിംഗ് എത്ര? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ പെർ അവർ. ഈ 15 മണിക്കൂറിലത്തേക്ക് ഇദ്ദേഹത്തിന് കിട്ടിയത് 26.25 രൂപയാണെങ്കിൽ പെർ അവറിൽ എത്ര? അപ്പോൾ ദിസ് വേജ് ഡിവൈഡഡ് ബൈ 15 hours അല്ലേ? അപ്പോൾ 26.25 ഡിവൈഡ് ബൈ 15. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 1.7. ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പെർസെൻറ്റേജ് ഓഫ് ബോണസ് ഈസ് ടു ബി ടേക്കൺ 50% when it is not given. അതാണ് നമ്മൾ കോമൺലി, അതുകൊണ്ട് നമ്മളിവിടെ 50%, അതാണ് നമ്മൾ നേരത്തെ. അതിന് പകരമാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് എടുക്കുന്നത്? RH/2 എന്നുള്ള വാല്യൂ എടുത്തത്. ഇതാണ് രണ്ട് ക്വസ്റ്റ്യന്. കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടുമെന്ന് നോക്കട്ടെ. കാരണം രണ്ട് ഞാൻ റെഫർ ചെയ്തപ്പോഴും എനിക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ഒരു ഗേറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു വേറെ റെഫറൻസ്, ഗേറ്റ് റെഫറൻസ് ടെക്സ്റ്റിൽ കിടന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ രണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ളൂ, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. കിട്ടുകയാണെങ്കിൽ നമുക്കത് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്നത്, ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് Rowan plan will always be higher than Halsey plan up to 50% of the time save. 50% വരെ ഉള്ള ടൈം സേവിങ്ങിന് റോവൻ പ്ലാൻ തന്നെയായിരിക്കും ഹാൽസി പ്ലാനേക്കാളും ഹയർ ആയിട്ട് നമുക്ക് ബോണസ് തരുന്നത്. ഇഫ് ടൈം സേവ്ഡ് ഈസ് 50% ഓഫ് ദി സ്റ്റാൻഡേർഡ് ടൈം, then bonus that can be aimed by either of the method is same above this percentage, but above 50% of time save, Rowan system declines and eventually fails. 50% മുകളിലുള്ള ടൈം സേവിങ് വരെ ആകുമ്പോൾ റോവൻ സിസ്റ്റം എന്താകും? അത് ഡിക്ലൈൻ ചെയ്യുകയും ചെയ്യും, ഇവൻച്വലി അത് ഫെയിൽ ആകുകയും ചെയ്യും. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 50% വരെയുള്ള നമ്മൾ ഇങ്ങനെ 50% മുകളിലേക്കുള്ള നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹാൽസി പ്ലാൻ എന്ത് ചെയ്യും? ഇത് ഇൻക്രീസ് ചെയ്തിട്ടുള്ള ഒരു ബോണസ് നമുക്ക് തരും. പക്ഷേ റോവൻ പ്ലാനിൽ 50% മുകളിലോട്ട് വരുമ്പം ഇതിൻ്റെ വാല്യൂ എന്താകും? ഡിക്രീസ് ചെയ്ത് വരും. കാരണം നമ്മൾ ഏത് ടേം നോക്കിയാൽ മതി, S-T/S ഇംപ്ലിക്കേഷൻ കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ കുറഞ്ഞു വരുന്നത്. കാരണം S-T/S എന്ന് പറയുന്ന ആ ടേം കുറഞ്ഞു. എസ് കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. അപ്പം എന്താണ്? ഡിനോമിനേറ്റർ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം എത്ര കൂടുതൽ വെച്ചാൽ കുറഞ്ഞ് നമുക്ക് എന്താണ് എഫക്റ്റീവ്ലി നോക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ഇത് ഡിക്ലൈൻ ചെയ്ത് വരും. അവസാനം നമുക്ക് ആ പ്ലാൻ എന്തായിരിക്കും? ഒരു ഫെയിലിയറായി മാറും. നമുക്ക് എന്തായാലും അത് കിട്ടത്തില്ല, നെഗറ്റീവിലേക്ക് പോകും. സോ 50% വരെയുള്ള ടൈം സേവിന് റോവൻ പ്ലാൻ വിൽ ഓൾവേസ് ബി ഹയർ ദാൻ ഹാൽസി പ്ലാൻ. അപ്പോൾ ഇതാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കുക, ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ഈ രണ്ട് ഫോർമുലയും
എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക, മനസ്സിൽ പഠിച്ചു വെച്ചേക്കുക. പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ 50% ടൈം സേവിനാണ് യൂസ് ചെയ്യുന്നത്. പർട്ടിക്കുലർലി 30% ടൈം സേവ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ T into RH plus 30% into RH into S minus T. ഇങ്ങനെ വേണം ഹാൽസി പ്ലാനിൽ അത് എന്ത് ചെയ്യാം, യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, 50% മുകളിലോട്ടുള്ളതൊന്നും നമ്മൾ റോവൻ പ്ലാനിലും നമ്മൾ എന്ത് ചെയ്യില്ല, കാൽക്കുലേറ്റ് ചെയ്ത് നെഗറ്റീവ് അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്ന ഡിക്ലൈൻ ചെയ്യുന്ന ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. Okay, so thank you for watching my video. Please subscribe my YouTube channel. I will be posting more videos on industrial and also mechanical related topics. Thank you.